എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഒരു പ്രിൻസും ആ പ്രിൻസ് ഒരു ആരോ ഷൂട്ടറാണ്. അപ്പോൾ അവൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്ന ഒരു കോച്ചറും കൂടെയുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പ്ലോട്ട്. ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ആവുന്നു എന്നൊക്കെയാണ് ഈ ഡ്രാമയിൽ മെയിനായിട്ട് പറയുന്നത്. ഒരു പ്രിൻസായ ഒരാൾക്ക് എങ്ങനെ തൻ്റെ കോച്ചിനെ പ്രണയിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇതിലുള്ളത്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പേരൻസാണ് ഇവനുള്ളത്. അതിൻ്റെ ഇടയിൽ ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ വർക്കൗട്ട് ആവും എന്നൊക്കെ നമുക്ക് ഈ ഡ്രാമ കൂടുതൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കോച്ചിൻ്റെയും ഇവൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇവൻ്റെ പേരൻസിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവനെ കോച്ചിങ്ങിൽ നിന്ന് മാറ്റിയും പുതിയൊരു കോച്ചിനെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ആ കോച്ച് ഇവനെ വളരെ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന് നല്ല സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവൻ ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യപ്പോഴും അവന് വളരെയധികം ബുദ്ധിമുട്ട് വരാണ്. അവന് നെഞ്ചിലും ഒക്കെ അവന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുകയും അവൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ കോച്ചായി അവൻ്റെ ബോയ് ഫ്രണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓടി വന്ന് അവനെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇതെന്തോ പോയിസൺ അറ്റാക്ക് സംഭവിച്ചതാണെന്ന് മനസ്സിലാവുകയാണ്. അവനെ ഇപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കോച്ചിനെ നോക്കിയിരുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കോച്ചാണ് ഇവനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ വേണ്ടി നോക്കിയത്. പുതിയ തലമുറയിലെ പ്രിൻസ് ഇവനാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കൊല്ലാൻ വേണ്ടിയും ശ്രമിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവൻ്റെ അച്ഛൻ പറഞ്ഞു, ഇനി പുതിയ ആൾക്കാരൊന്നും ഇവനെ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുവരണ്ട, ഇവൻ്റെ പഴയ കോച്ച് തന്നെ ഇവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ ഇവർക്കിടയിൽ കുറച്ചുകൂടെ കൂടുതൽ അടുപ്പം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ അപകടത്തിൽ നിന്നുമാണ് ഇവനെ അവൻ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫാമിലിയിലുള്ളവരും അവനെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അവരെ ഏൽപ്പിക്കുകയാണ്. പ്രിൻസിൻ്റെയും കോച്ചിൻ്റെയും ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് ഈ ഡ്രാമയിൽ. ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇവൻ്റെ തലയിൽ ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം വിട്ടിട്ട് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വീണ്ടും ഓരോ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം. താങ്ക്